നാരായണ. ശ്രീമന്നാരായണീയം ദശകം 49 അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ പാരായണം ചെയ്തത്. ദശമസ്കന്ധത്തിൽ വൃന്ദാവന പ്രവേശം എന്ന ആ രംഗത്തെ വിസ്തരിക്കുന്നു. വൃന്ദാവനത്തിനെ കുട്ടികൾ കണ്ടു. ഇപ്പോൾ കണ്ടത് ഈ നിരീക്ഷ്യ വൃന്ദാവനമീശ നന്ദർ പ്രസൂന കുന്ദ പ്രമുഖ ദ്രുമൗഖം അമോദധാ ശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടിം അപുഷ്ടശോഭം. പച്ചരത്നം പതിച്ച തറ, മൃദുലമായിട്ടുള്ള തറ, അതിൻ്റെ ശോഭ. കുട്ടിമ എന്ന് പറഞ്ഞ തറ. അപ്പം അങ്ങനെയുള്ള തറയെ എന്നാണ് ഹരിന്മണി കുട്ടിം. അപുഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലം. പച്ചപ്പുല്ല് വിളിച്ചാൽ വളരെ മൃദുലായിരിക്കും അത്. അപ്പോൾ അതിനെ കാണിച്ചതാണ്. ഈ വാക്കുകൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസം. ഡിക്ഷണറിയിൽ നോക്കിയാൽ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പ്രയാസം. ഒരുപാട് അർത്ഥങ്ങളുണ്ട് പല വാക്കുകൾ. ഇതിൽ യോജിക്കാത്തതായിട്ടുള്ള അർത്ഥങ്ങൾ ഡിക്ഷണറിയിലുണ്ട്. അപ്പം അത് ചേരുംപടി ചേർക്കാൻ വാക്കുകളെ നല്ല വോക്കാബുലറി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. സംസ്കൃതം അറിയുന്നവർക്ക് പോലും ചിലപ്പോൾ ഈ വാക്ക് ഓർമ്മ വന്നോളുന്നില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാച്ചാൽ ഓർമ്മ വരും, അല്ലെങ്കിൽ ഇല്ല. നാരായണീയം സ്ഥിരമായിട്ട് വായിക്കൊണ്ട് അതിനെ നോക്കിയിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒട്ടും നാരായണീയം വേണ്ടി വന്നിട്ടില്ല അച്ചാൽ, അങ്ങനെ പ്രകൃതിയുമായിട്ട് അത്ര ബന്ധമില്ലാച്ചാൽ ഈ ഹരിന്മണി കുട്ടി അപുഷ്ടശോഭ ഒന്നും സ്വതേ സാധാരണ വാക്കുകളിൽ വരാത്തതാണ്. അതാണ്. ഇനി ആറാമത്തെ ശ്ലോകം. നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളി വിമിശ്രിത പര്യവലോകധാസ്തും. കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ്. അപ്പോൾ ഓരോ ശ്ലോകം ചെല്ലുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതാണ് അശേഷ ഗോപേഷു, എല്ലാ ഗോപന്മാരും എന്നാണ്. നവാക നിർവ്യൂഢ നിവാസഭേദേഷു, നവാക പുതിയതായിട്ട്, നിർവ്യൂഢം അപ്പോൾ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള, നിവാസം താമസിക്കാനുള്ളതായിട്ടുള്ള, അതിൻ്റെ ഭേദേഷു ഭേദങ്ങളോട് കൂടിയിട്ട്. അതായത് ടെൻറ്റുകളാണല്ലോ, അത് 4 കാല് കൊടുത്ത് ഒരു ടാർപ്പായൊക്കെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ, അത് മറ്റേ തുണിപ്പായ ആണെച്ചാൽ അത് വലിച്ചു കെട്ടിയാൽ അവിടെ എന്താ വലിച്ചു കെട്ടുന്നത്? തുണിയാണോ മറ്റേ ഇലയാണോ പുല്ലാണോ നമുക്കറിയില്ല. അത് ഒന്നിച്ച് തൂപ്പ് വെട്ടിയിട്ട് അതാണോ അതൊന്നും നമുക്കറിയില്ല. ഏതായാലും അർദ്ധചന്ദ്രാകൃതിയിലുള്ള കെട്ടിടങ്ങളാണ് താമസിക്കാനുള്ളത് എന്നുള്ളത് വ്യക്തം. അതേപോലെ തന്നെ ഭഗവാന്റെ ഈ ശില്പചാതുരി അത്ര മോശമല്ല. 9 ലക്ഷം കൊട്ടാരങ്ങളുള്ളതായിട്ടുള്ള ഈ ദ്വാരക, 100 യോജന വിസ്തീർണമുള്ളത്, അത്രയും അതിവിദഗ്ധമായിട്ടുള്ള കൊത്തുപണികളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഈ പാറക്കല്ലുകൾ, ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള അത്രയും ഭാരമുള്ളതായിട്ടുള്ള പാറക്കല്ലുകൾ മകുടമായിട്ട് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ അശേഷ ഗോപേഷു, എല്ലാ ഗോപന്മാർക്കും ഒരേപോലെ തന്നെ പുതിയതായിട്ടുള്ള നവാക നിർവ്യൂഢ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള നിവാസഭേദേഷു, ആ വിവിധങ്ങളായിട്ടുള്ള ഗൃഹങ്ങളിൽ സുഖമായിട്ട് താമസിക്കാനുള്ളതായിട്ടുള്ള അന്തരീക്ഷം. സുഖ അസിതേഷു, സുഖമായിട്ട് അസിതം ചെയ്യാനായിട്ട്, താമസിക്കാനായിട്ട്. ത്വം ഭഗവാനെ അങ്ങ് ഗോപകിശോര പാളി വിമിശ്രിത, ഗോപന്മാര് കിശോര ബാലന്മാര് എന്ന് വെച്ചാൽ ഈ ഭഗവാന്റെ പ്രായം കിശോരമാണ്. അപ്പം അങ്ങനെയുള്ള ഈ സ്വതേ കിശോരഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വയസ്സ് വരെ എന്തായാലും ഉണ്ട്, അങ്ങനെയാണ് പറയുക. അങ്ങനെയുള്ള കിശോര ബാലകന്മാര്, അതേപോലെ തന്നെ കൗതുകം ജനിപ്പിക്കുക എന്നത് പ്രധാനം. അപ്പോൾ 12 വയസ്സ് എന്നുള്ളതാണോ നിശ്ചയില്ല. കിശോര ബാലകത്വത്തിന് ആചാര്യന്മാർ പറയണത് കേട്ടിട്ടുണ്ട്, കൗതുകം ജനിപ്പിക്കാത്ത ആ ഒരു ഭാവമാണ് ഈ ചെറുപ്രായത്തിലുള്ള വെച്ചാൽ അത് അത്ര കിശോരനാ തോന്നുന്നില്ല. അപ്പം അങ്ങനെയാണ്, ആ കൗതുകം ഉണ്ടാക്കണം. അങ്ങനത്തെ അതാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പം ഗോപ കിശോരപാളി വിമിശ്രിത, ഈ ഗോപന്മാരുടെ സമൂഹത്തോട് കൂടി ചേർന്ന് അങ്ങോട്ട് മിശ്രണം ചെയ്തുകൊണ്ട് വൃന്ദാവനശ്രീയം, ഈ വൃന്ദാവനത്തിൻ്റെ ഭംഗി പര്യവലോകത ചുറ്റി സഞ്ചരിച്ചു കണ്ടു, അവലോകനം ചെയ്തു. അവരുടെ ഈ വലിയ വിശാലമായിട്ടുള്ള മനസ്സ്, ഗോപന്മാരുടെ ആയാലും അതെ, ഈ കുട്ടികളുടെ ആയാലും അതെ, അവർക്ക് എല്ലാവർക്കും ഇത് തുല്യമായിട്ട് അവകാശമുണ്ട് എന്ന രീതിയിലാണ് അവർ കാണുക. അപ്പോൾ എന്തൊരു ഭംഗി എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും എന്നുള്ള അർത്ഥത്തിലാണ്.
അതുകൊണ്ട് ഇത് മിശ്രണം ചെയ്യപ്പെട്ടു. ഈ കിശോരഭാവം കൊണ്ട്, അത് കാണുമ്പോൾ അത്ഭുതഭാവം കൊണ്ട്, എല്ലാറ്റിനെയും നോക്കിക്കാണുക, പഠിക്കുക എന്ന രീതിയിൽ ഇത് നമുക്ക് അനുഭവിക്കാനുള്ളതാണല്ലോ എന്ന സന്തോഷത്തെ, അതാണ് ഈ കിശോര പാളി വിമിശ്രിത. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഗോപബാലന്മാരുടെ ഈ സമൂഹത്തോട് കൂടി കലർന്നിട്ട് എന്നുള്ള നിലയ്ക്ക് പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഈ വിശേഷ ഭവനങ്ങൾ, അത് എല്ലാവരും ഒരുമിച്ച് ആസിതേഷു താമസമാക്കാൻ യോഗ്യമായി, അതുകൊണ്ട് താമസമാക്കി ഈ ഗോപന്മാരുടെ കൂട്ടങ്ങൾ, പല കൂട്ടങ്ങളുണ്ടല്ലോ, അങ്ങനെ ഈ സമൂഹത്തിൽ എന്ന് വെച്ചാൽ ഗോപന്മാർ ഓരോരുത്തരും പ്രത്യേകം സംഘങ്ങളായിട്ടാണ് തിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കൂടിച്ചേർന്നുകൊണ്ട് ഈ വൃന്ദാവനത്തിൻ്റെ ശ്രീയെ സ്വയം അനുഭവിച്ചു. വൃന്ദാവനവും ഇവരെ സ്വീകരിച്ചു. അതാണ് ഇവർക്ക് വേണ്ടത് കൊടുക്കാൻ. അവിടെ പച്ചപ്പുല്ല്, നിഴല്, മരങ്ങളുടെ എന്തൊക്കെയാ ഫലങ്ങൾ, ഫലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നദിയുടെ, പിന്നെ പർവ്വതത്തിൻ്റെ ഗുഹകൾ, അങ്ങനെ എല്ലാം കൊടുത്തു എന്ന് പറയാം. നവാക നിർവ്യൂഢ നിവാസ ഭേദേഷു അശേഷ ഗോപേഷു സുഖ ആസിദേഷു വനശ്രിയം ഗോപ കിശോര പാളി വിമിശ്രിത പര്യവലോകഥാ. അപ്പോൾ ഈ ഗോപന്മാരെല്ലാം പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള അപ്പോഴേക്കപ്പോഴെ കെട്ടിയതായിട്ടുള്ള ഗൃഹങ്ങൾ, അത് വിവിധ രൂപങ്ങൾ, വിവിധ വലിപ്പങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ സുഖമായിട്ട് താമസിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന പ്രത്യേക ഒരു ചന്ദ്രക്കല പോലെയാണ്. അങ്ങനെ വീടുകൾ കെട്ടി അതിലൊക്കെ ഈ ഗോപന്മാരുടെ പ്രത്യേക ആൾക്കാർ സംഘമായിട്ട്, അതിനൊക്കെ പ്രത്യേകത ഉണ്ട്. ചില സംഘങ്ങൾ ഈ രീതിയിൽ, ചില സംഘങ്ങൾ മറ്റേ രീതിയിൽ. ഇപ്പോൾ വയസ്സിൻ്റെ കണക്കൊക്കെ കാണിച്ചാൽ പശുക്കുട്ടികളെ മേയ്ക്കുന്ന സംഘമാണ് കിശോരബാലത്വം. അത് കഴിഞ്ഞാൽ പിന്നെ ബാലന്മാരായിട്ട് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ പശുക്കളെ മേയ്ക്കുന്നതായിട്ടുള്ള ഗോപബാലന്മാരായി. അങ്ങനെ വൃന്ദാവനത്തിൻ്റെ ഭംഗി ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞു. വൃന്ദാവനവും അത് സ്വീകരിച്ചു എന്നതാണ്. നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഖാസിദേഷു വനശ്രിയം ഗോപ കിശോരപാളി വിമിശ്രിത പര്യവലോകഥാസ്ത്വം അരാളമാർഗാഗത നിർമ്മലാപാം മരാളകൂജാകൃത നർമ്മലാപാം നിരന്തര സ്മേര സരോജവക്ത്രാം കളിന്ദകന്യാം സമലോകയസ്ത്വം. അരാളമാർഗാഗത നിർമ്മലാപാം, വളഞ്ഞ മാർഗത്തിൽ കൂടി പ്രവഹിക്കുന്നതായിട്ടുള്ള പരിശുദ്ധ ജലത്തോടു കൂടിയ അരാളമാർഗം എന്ന് വെച്ചാൽ പുഴ ഇങ്ങനെ നേരെ അങ്ങോട്ട് ഒഴുകല്ല ചെയ്യാം, കുറച്ചൊരു ചിലപ്പോൾ വളവുണ്ടാവാം, അവിടെ വളവുണ്ട് ശരിക്കും. അരാളമാർഗാഗത നിർമ്മലാപാം, പിന്നെ നിർമ്മലമായിട്ടുള്ള അപാം, നിർമ്മല അപാം ആണ് നിർമ്മലാപാം. ആലാപനം എന്നുള്ളതല്ല. ഇനി അങ്ങനെയുണ്ട് കളകൂജനം, പക്ഷികൾക്കും ഉണ്ട്, ഈ നദികൾക്കും ഉണ്ട്. കളകളാരവം എന്നതിന് പറയാം. കളകളാരവം, ഇങ്ങനെ വെള്ളം വീഴ്ത്തുമ്പോൾ വെള്ള ഇത് വരില്ലേ, അത് തന്നെ. അപ്പോൾ അരാള മാർഗാഗത നിർമ്മലാപാം, ആ അക്ഷരങ്ങൾ ഉള്ളക്കാരൻ ചേർക്കാനുള്ള കാരണം വെള്ളത്തിലാ. വളഞ്ഞ മാർഗത്തിലൂടെ പോകുന്നതായിട്ടുള്ള ഈ പരിശുദ്ധ ജലം. അപ്പോൾ നദിക്ക് അവിടെ ഒരു വളവുണ്ട്, അത് പരിശുദ്ധമായിട്ടുള്ള ജലമാണ്. അതേപോലെ അത് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിർമ്മലമാണ് ആ ജലം. മരാളകൂജ അകൃത നർമ്മലാപം. മരാളകൂജങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടുകൾ, ഹംസങ്ങൾ, മറ്റേതാണ് ഹംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയനം. അരയന്നങ്ങളുടെ ശബ്ദങ്ങൾ, അതും ഒരു കളകള എന്നുള്ള അർത്ഥത്തിലാണ്. ഉണ്ടായ വിനോദങ്ങൾ പറയുന്നു. മരാളകൂജ, അപ്പം ഈ ഹംസങ്ങൾ, അരയന്നങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് കൂജാകൃത നർമ്മലാപം, അവർ അത് സംഭാഷണം ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. അതൊരു വിനോദമായിട്ട് നമുക്ക് തോന്നും. അതിനെയും വിനോദമാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെയാണ്. അപ്പോൾ അരയന്നങ്ങളെ കാണുമ്പോൾ അവർ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അരയന്നങ്ങളെ കാണാനും അവരുണ്ടാക്കുന്ന ശബ്ദം കേൾക്കാനും, അപ്പോൾ കണ്ണിനും ഈ കാതിനും ഒരേപോലെ സുഖത്തെ കിട്ടി. നിരന്തര സ്മേര സരോജവക്ത്രാം, ഒന്നിച്ച് ഒരേപോലെ തിക്കായിട്ട് അല്ലെങ്കിൽ മറ്റേ കൂടിച്ചേർന്നുകൊണ്ട് വികസിച്ച് നിൽക്കുന്നതായിട്ടുള്ള താമരപ്പൂക്കൾ. നിരന്തര സ്മേര, അപ്പോൾ അവിടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുക. ഇത് താമര.
അങ്ങനെ വികസിത പത്മം, വികസിത മുഖം, പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ താമര വിടരുന്ന പോലെ എന്നാണ് ചുണ്ടുകളെ പറ്റി കണക്കാക്കുമ്പോൾ പറയാം. അപ്പം അങ്ങനെയുള്ള നിരന്തര സ്മേര തിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സരോജവക്ത്രാം, ആ താമര പൂക്കളാകുന്ന മുഖത്തോടു കൂടിയ കളിന്തകന്യാം, ആ യമുനാ നദിയെ. അപ്പോൾ താമര നിറച്ചിങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. അത് ഈ കാളിന്തി എന്ന ജലദേവതയുടെ മുഖം, അല്ലെങ്കിൽ കാളിന്തി നദിയുടെ മുഖമായിട്ട് ഈ താമര നിറച്ചു നിൽക്കുന്നതിനെ, അത് താമരയുടെ ഈ കാളിന്തി നദിയുടെ മുഖമായിട്ട്, വായയായിട്ട്, ചുണ്ടായിട്ട്, പുഞ്ചിരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഭാവം, ആ ഒരു ഭാഗം ആയിട്ട് അതിനെ കണ്ടു. ത്വം സമലോകയ, നല്ലവണ്ണം അതിനെ കണ്ടു. കാളിന്തി നദി എന്നെ കണ്ട് പുഞ്ചിരിക്കുന്നുണ്ടല്ലോ, കൃഷ്ണൻ വിചാരിക്കുകയാണ്. കാളിന്തിയുടെ മുഖമാണ് ആ വായ ഭാഗം, ചുണ്ട് ആണ് ഈ താമര നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സ്ഥലം. എല്ലാ ദിക്കിനും താമര ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നാവും ചിലത് കണ്ടാവുക, അങ്ങനെ ഒഴുകി പോകുന്നതായിട്ടുള്ള വെള്ളം. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ശബ്ദങ്ങൾ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണാണോ കാണുന്നത്? കുറച്ച് അകലെ നീല ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, അത് കണ്ണാണോ? കുറച്ച് കഴിഞ്ഞാൽ ചെറിയ ഈ ചെടികൾ ഇങ്ങനെ പായൽ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മുടിയാണോ? നമ്മൾ സങ്കല്പിക്കണം, അതിനനുസരിച്ചാണ് വരിക. അപ്പോൾ ഭാവനയ്ക്കനുസരിച്ചാണ് ഇവിടെ കവി അപ്രകാരത്തിൽ കണ്ടത്. ഹരാളമാർഗ അഗത നിർമ്മലാപാം മരാളകൂജാകൃത നർമ്മലാപാം നിരന്തര സ്മേര സരോജവക്ത്രാം കളിന്തകന്യാം സമലോകയസ്വം. വല്ലാത്തൊരു ഭാവനയാണ്. കുറച്ചൊരു വളഞ്ഞ നദി, അരാളമാർഗം, മാർഗം ഒന്നിങ്ങനെ വളഞ്ഞതാ. പിന്നെയോ അരാളമാർഗ അഗത നിർമ്മലാപം. മാത്രമല്ല ഈ അപ്പം അത് വെള്ളമാണ്. ആ അപ്പം, ഈ വെള്ളം അത് ശുദ്ധമാണ്, നിർമ്മലമാണ്. നിർമ്മല അപാം ആണ്. ഈ വെള്ളത്തിനെ കൊണ്ട് നടക്കുകയാണ് ആര്? കാളിന്തി. വെള്ളം ഇങ്ങനെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുമല്ലോ, അതൊരു സ്ഥായി ഭാവമില്ല, നിൽക്കില്ല. ഒഴുക്കില്ലാത്ത വെള്ളമല്ല കാളിന്തിയിൽ, എപ്പോഴും ഒഴുകും, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നിർമ്മലാപാം. പിന്നെ മരാളകൂജ ആകൃത നർമ്മലാപാം. ഈ ഹംസങ്ങൾ നിറച്ചിട്ടുണ്ടതിൽ, അതേപോലെ തന്നെ താമര നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഹംസങ്ങളെ എങ്ങനെയാണ് കണക്കാക്കിയത്? അവർ ഹംസങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ശബ്ദം അത് മനസ്സിന് ആനന്ദമുണ്ടാക്കും. ഈ ആനന്ദത്തെ അത് ഒരു വിനോദമായിട്ടല്ലേ നമ്മൾ എടുക്കുക, സന്തോഷിപ്പിക്കുകയല്ലേ ചെയ്യുക. അതിനെ എടുത്തു. അതേപോലെ നിരന്തര സ്മേര സരോജവക്ത്രാം, നിറച്ച് നിൽക്കണു എന്നർത്ഥം. എന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചും കൊണ്ട് നിൽക്കുകയാണെന്ന് വെച്ചാലോ, സ്ഥായി ആയിട്ടുള്ള ചിരിക്കുന്ന ഭാവമാണ് ബ്രാഹ്മണർക്ക്. അതേപോലെ ഈ താമരയെ കണ്ടു കഴിഞ്ഞപ്പോൾ കാളിന്തി എപ്പോഴും ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണു എന്ന് ഭഗവാൻ വിചാരിച്ചു. നിരന്തര സ്മേര സരോജവക്ത്രാം, അങ്ങനെ ഇടതെങ്ങി വികസിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഈ താമരപ്പൂക്കളെ, ആ താമരപ്പൂക്കളുടെ മുഖമാകുന്ന അതിനെ കണ്ടതോടുകൂടിയ ആ കളിന്തകന്യാം, കാളിന്തി എന്ന കന്യകയെ, കാളിന്തി നദിയെ എന്നർത്ഥം. ത്വം സമലോകയ, അങ്ങ് നന്നായിട്ട് തന്നെ ദർശിച്ചു. വിരജാ നദിയാണ് കാളിന്തിയായിട്ട് വന്നിട്ടുണ്ട്. തൻ്റെ പത്നിയാണ്, തൻ്റെ സഖിയാണ്, രാധയെപ്പോലെ തുല്യപ്രഭാവാണ്. അരാള മാർഗ അഗത നിർമ്മലാപാം മരാളകൂജാകൃത നർമ്മലാപാം നർമ്മലാപാം. പിന്നെ അവിടെ വിനോദങ്ങൾ പറയാം, ആലാപനം എന്നുള്ള നിലയ്ക്കാണ്, പറയുകൾ എന്ന നിലയ്ക്കാണ്. നർമ്മലാപം. അപ്പോൾ അത് ആലാപനം നിലയ്ക്ക് മുറിക്കാറില്ല, നർമ്മലാപ തന്നെ ഒന്നിച്ച് ഒറ്റ വാക്കാണ്. നിരന്തര സ്മേര സരോജവക്ത്രാം കളിന്തകന്യാം സമലോകയ ത്വം. പിന്നെയോ മയൂരകേക ശതലോഭനീയം മയൂഖമാലാശവളം മണീനാം വിരിഞ്ചലോകസ്പൃശമുച്ചശൃംഗൈ ഗിരിം ച ഗോവർദ്ധനമൈക്ഷധാസ്ത്വം. കാട് കണ്ട വ്യാസൻ എന്ന് സ്വതേ പറയാറുണ്ട്. കാട് കണ്ട വാൽമീകി, യുദ്ധം കണ്ട വ്യാസൻ. ഇവിടെ വനശോഭ, പ്രകൃതി ശോഭ, നദിയുടെ ശോഭ, പക്ഷിമൃഗാദികളുടെ ശോഭ, പലതിനെയും വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ മയിലിനെയാണ് പക്ഷി എന്ന് നിലക്കെടുത്തത്.
ത്വം മയൂര കേകാശതലോഭനീയം. അപ്പോൾ മയിലുകളുടെ കൂജനം കൊണ്ട് മയിലുകൾ കേക 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 അല്ലെങ്കിൽ എന്താ വെച്ചാൽ അങ്ങനെയുള്ള ശബ്ദം, പ്രത്യേക ശബ്ദമാണല്ലോ. ആ ശബ്ദത്തെ ഏറ്റവും മനോഹരമായിട്ട് ഭഗവാൻ എടുത്തു. സ്വതേ മയിൽ ഗരുഡന്റെ ഒരു തൂവലാണ് എന്ന് പറയുന്നുണ്ട്. ഗരുഡന്റെ ഒരു തൂവലാണ് മയിലായിട്ട് വന്നതെന്നാണ് പറയുക. അപ്പോൾ ആ മയൂരം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ മയിലുണ്ടാക്കുന്നതായിട്ടുള്ള കേകാശബ്ദം അതിലോഭനീയം. അത് എത്ര കിട്ടിയാലും പോരാ. നമുക്കും പണ്ട് മയിലില്ലാത്ത സമയത്ത് അത് വല്ലാത്തൊരു ആകർഷകമായിരുന്നു. ഇപ്പോൾ മയിൽ നമ്മുടെ വീട്ടിലൊക്കെ നിറച്ചുണ്ട്. പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂപ്പരാണ് ആദ്യം അത് കൊത്തിക്കൊണ്ടുപോവുക. നമുക്കൊന്നും കിട്ടില്ല, ചെടി വളക്കനെ കൊണ്ടു. ഏതായാലും മണീനാം, അങ്ങനെ ഈ രത്നങ്ങളുടെ മയൂഖ മാലാശബളം, കിരണങ്ങളുടെ രത്നങ്ങളുടെ രത്നത്തിൽ നിന്ന് സ്വയം പ്രകാശമാണ് രത്നം. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കിരണങ്ങൾ അത് കൂട്ടമായിട്ട് വരും. എന്ന് വെച്ചാൽ അനവധി രത്നങ്ങളുണ്ട്. അങ്ങനെ വൈവിധ്യവർണ്ണം ഉച്ചശൃംഗൈഹി, ഉയർന്ന കൊടുമുടികളെ കൊണ്ട്. വൃന്ദാവനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഗോവർദ്ധനം. ഗോവർദ്ധനത്തിലെ പാറക്കല്ലുകൾ അതൊക്കെ രത്നം ഭരിച്ച പോലെയാണ്. അതിലൊക്കെ രത്നമാണ്. ഓരോ കല്ലുകളും രത്നമാണ്. വിവിധ വർണ്ണങ്ങൾ, കറുപ്പാവാം, നീലയാവാം, പച്ചയാവാം, മഞ്ഞയാവാം, വെള്ളയാവാം, പലതും ഉണ്ടാവും. എല്ലാ കളറിലും പെട്ടതായിട്ടുള്ള പാറക്കല്ലുകൾ അവിടെ ധാരാളം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഈ സൂര്യൻ പ്രകാശിക്കുമ്പോൾ അത് റിഫ്ലക്ഷൻ വരും. അതേപോലെ തന്നെ ഈ രത്നങ്ങൾക്ക് സ്വയം പ്രകാശിത ഭാവമുണ്ട്. രാത്രിയിലും അതിങ്ങനെ പ്രകാശിക്കും. അപ്പോൾ വേറൊരു ചന്ദ്രൻ വേണ്ട, നമ്മളൊരു അഗ്നി കത്തിക്കണ്ട. പ്രകാശം സ്വയമേവ രത്നത്തിൽ നിന്ന് പുറത്തു വരും. അതാണ്. അങ്ങനെ മയൂഖ മാലാശബളം, ഈ കിരണങ്ങളുടെ കൂട്ടം ഒന്നിച്ച് അതിൻ്റെ വൈവിധ്യമായിട്ടുള്ള വർണ്ണം അത് വളരെയധികം ആകർഷകമാണ്. എവിടെ നിന്നാണ് വരിക? മണീനാം, ഈ രത്നങ്ങളിൽ നിന്നാണ്. ഉച്ചശൃംഗൈഹി, ഉന്നതങ്ങളായുള്ള കൊടുമുടികളിൽ നിന്ന്. അതേപോലെ വിരിഞ്ചലോക സ്പൃശം, സത്യലോകത്തെ സ്പർശിക്കുന്നതായിട്ടുള്ള ഗോവർദ്ധനം എന്ന ഈ ഗിരിം, പർവ്വതത്തെ ഐക്ഷതാഹ കണ്ടു. ആ പർവ്വതത്തെ നല്ലോണം കണ്ടു. ഗോവർദ്ധനം ഇത്രയും മധുരമുള്ളതാണ്. അത് പറയണ അവിടെ എന്തൊക്കെയാണുള്ളത്? മയിൽ നൃത്തം ചെയ്യുന്നുണ്ട്, ശബ്ദം വയ്ക്കുന്നുണ്ട്, കേൾക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഈ രത്നങ്ങൾ കൊടുമുടികളിൽ, അതേപോലെ ഈ പർവ്വത ശിഖരങ്ങളിലെ താഴ്വരകളിലെ ഒക്കെ ഉണ്ടാവും. ആ രത്നങ്ങൾ സ്വയമേവ തന്നെ പ്രകാശം പരത്തുന്നു. പല നിറത്തിലാണ്. അപ്പം അതിൻ്റെ വൈവിധ്യവർണ്ണം, അതിൻ്റെ ആ നിറം കാണുമ്പോൾ എന്തൊരു ഭംഗിയാനുശല്യ. സത്യലോകത്തെ സ്പർശിക്കുന്നതായിട്ടുള്ള ഉയരമുണ്ട്. അപ്പോൾ അതിശോക്തിയാണ്. ഈ ഗോവർദ്ധനത്തിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ ശരി, അത്രയും കൂടുതൽ ഉയരമുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെയുള്ള പർവ്വതത്തെ കണ്ടു. മയൂര കേകാശതലോഭനീയം മയൂഖ മാലാശബളം മണീനാം വിരിഞ്ച ലോകസ്പൃശമുച്ചശൃംഗൈഹി ഗിരിം ച ഗോവർദ്ധനമൈക്ഷതാസ്ത്വം സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗാ തതസ്തതസ്താം കുടിലാമപശ്യ കളിന്ദജാം രാഘവതീമിവൈകാം. തതഃ ത്വം ഗോപകുമാരകൈഃ സമം സമന്തതഃ യത്ര വനാന്തരം ആഗാഃ തതഃ കുടിലാം ഏകാം കളിന്ദജാം രാഘവതീം ഇവ അപശ്യഃ. ഭഗവാനെ, അങ്ങ് തതഃന് ശേഷം ത്വം ഗോപകുമാരകൈഹി, ഗോപബാലന്മാരോട് കൂടിയിട്ട്, കൂട്ടുകാരോട് കൂടിയിട്ട്, സമന്തതഃ ചുറ്റിനും എല്ലാ ദിക്കിലും, എത്ര വനാന്തം എവിടേക്കാണോ വനപ്രദേശമുള്ളത് അവിടെയൊക്കെ, ആഗാഹ ഗമിച്ചുവോ, അവിടെ ചെന്നുവോ, തതസ്തതഃ അവിടെയെല്ലാം, ഓരോ ദിക്കിലും, കുടിലാം വളഞ്ഞൊഴുകുന്നതായിട്ടുള്ള, ഏകാകിനിയായിട്ടുള്ള ഈ കളിന്ദജാം യമുനയെ, ഈ കാളിന്തിയെ, രാഘവതിയും ഇവ കൃഷ്ണനോട് കുറച്ച് അനുരാഗമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അപശ്യ കണ്ടു. എന്ന് വെച്ചാൽ എവിടേക്കാണോ ഇവർ പോയത് അവിടെയൊക്കെ കാളിന്തി ഉണ്ട്. ആ വൃന്ദാവനത്തിൻ്റെ തീരത്ത് കാളിന്തി ഉണ്ട് എന്ന് പറഞ്ഞു. അത്രയുള്ളൂ. സമം തതോ ഗോപകുമാരകൈഃ ത്വം സമന്തതോ യത്ര വനാന്തം ആഗാഹ തതഃ താം തതസ്തതസ്താം കുടിലാം അപശ്യഃ കളിന്ദജാം രാഘവതീം ഇവ ഏകാം. ഇപ്പോൾ ഈ ഏകാകിനിയായിട്ടുള്ള ഈ കാളിന്തി ഭഗവാന്റെ പത്നിയാവാൻ വേണ്ടിയിട്ട് ജനിച്ചതാണ്. ആ കാളിന്തി ഭഗവാനെ എല്ലാ ദിക്കിലും കാണുന്നു എന്ന നിലയ്ക്ക് ഭഗവാൻ എവിടേക്ക് ചെല്ലണോ അവിടേക്ക് ഈ കാളിന്തിയെ കണ്ടു എന്ന് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ പറഞ്ഞു. ഒരു വക്രോക്തി അതാണ്.
സമന്തതോരു ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തമാഗാ തതസ്തതസ്താൻ കുടിലാമവശ്യ കളിന്ദജാം രാഘവതീമിവൈകാം. ഇനി അവസാനത്തെ ശ്ലോകം പറയാം. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോധ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. എൻ്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന ശ്ലോകം അവസാനിപ്പിക്കുകയാണ്, ആ ദശകത്തെ അവസാനിപ്പിക്കുകയാണ്. സമീരഗേഹാധിപ, ഗുരുവായൂരപ്പ. സമീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു. ആ വായുവിൻ്റെ ഗൃഹത്തിന്, പുരത്തിന് അല്ലെങ്കിൽ വീടിന് അധിപനായിട്ടുള്ള, ഇപ്പോൾ ഗുരുവായൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിൻ്റെ അധീശത്തിലാണ് ഗുരുവായൂരപ്പൻ ഉള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ അപ്പനായിട്ടിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ. സമീരഗേഹാധിപ, വായുവിൻ്റെ അധിപനായിട്ട് ഗുരുവായൂരപ്പ, പ്രാണന്റെ അധിപൻ ഗുരുവായൂരപ്പനാണ്, അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ. തഥാവിധേ, അപ്രകാരമുള്ള പശവ്യെ, പശുക്കൾക്ക് ഹിതമായിട്ടുള്ള പശുവിനെ ഇഷ്ടമായത്. പിന്നെ അസ്മിൻ, ഈ വിപിനെ, ഈ വനത്തിൽ, വൃന്ദാവനത്തിൽ. വിപിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്. അവിടെ പശുവിനെ ഇഷ്ടപ്പെട്ടുള്ള കാട് പുൽക്കാട്. അസ്മിൻ വിപിന് തണൽ വേണം, മരങ്ങൾ വേണം. വിപിനെ വത്സഗണ പ്രചാരെ, ഗോക്കളെ മേയ്ക്കുന്നതിനായിട്ട് വത്സഗണം, പശുക്കുട്ടികൾ വത്സം, അതിൻ്റെ ഗണം. പ്രചാരെ, അതിനെ ചരിക്കുന്നതിന് വേണ്ടിയിട്ട്, സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രചാരെ, മേയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, പശുക്കുട്ടികളെ മേയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. സമുത്സുക, കുറച്ചധികം ഉത്സാഹം കാണിച്ചു ഭഗവാൻ. വയസ്സാവണേ ഉള്ളൂ, 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ 5 വയസ്സായിട്ട് വേണം മറ്റേ പശുക്കളെ മേയ്ക്കാനായിട്ട്. അപ്പം 5 വയസ്സായിട്ടില്ല, രാമനാവുകയും ചെയ്തു. അപ്പോൾ സമുത്സുക, നല്ലോണം ഉത്സാഹത്തോട് കൂടിയിട്ട്. രാമഹ, രാമനോട് കൂടിയിട്ട്, ഏട്ടനോട് കൂടിയിട്ട്. കുമാരകൈഹി, സമം, കൂട്ടുകാരായിട്ടുള്ള ഗോപബാലന്മാരോട് കൂടിയിട്ട്. ചരൻ, സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ത്വം, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ രോഗാത് പാഹി, എൻ്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാണ്ടാക്കി തരണേ. തഥാവിധേ അസ്മിൻ, അതേപോലെ തന്നെ തഥാവിധേ അസ്മിൻ വിപിനെ പശവ്യേ സമുത്സുകോ, നല്ലോണം ഉത്സാഹത്തോട് കൂടിയിട്ട്. വത്സഗണ പ്രചാരെ, പശുക്കുട്ടികളെ മേയ്ക്കാനുള്ള ആ താല്പര്യത്തോടു കൂടിയിട്ട്. ചരൻ, സഞ്ചരിക്കുന്നു. രാമഹ, അഥ രാമേട്ടനോട് കൂടിയിട്ട്. കുമാരകൈഹി ത്വം, ബാലന്മാർ, ഗോപബാലന്മാരോടൊപ്പം, കൂട്ടുകാരോടൊപ്പം ചരൻ സഞ്ചരിക്കുകയാണ്. രാമോധ കുമാരകൈഹി ത്വം സമീരഗേഹാധിപ, ഈ വായുവിൻ്റെ അധീശത്വമുള്ള ഈ ഗുരുവായൂര്, ആ ഗുരുവായൂരിരിക്കുന്ന ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ, പാഹി രോഗാത്, എൻ്റെ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുമാറാകണേ. തഥാവിധേസ്മിൻ വിപിനെ പശവ്യേ സമുത്സുകോ വത്സഗണ പ്രചാരേ ചരൻ സരാമോധ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. ഇങ്ങനെ 10ാമത്തെ ശ്ലോകവും അവിടെ പറഞ്ഞു വെച്ചു. ഇനി ഈ വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ ആദ്യമേ തന്നെ വേണ്ടി വന്നത് ഒരു അസുരൻ പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നു, വത്സാസുരൻ. പിന്നെ ഒരു കൊറ്റിയുടെ രൂപത്തിൽ വന്നു, അങ്ങനെ ബകാസുരൻ. അപ്പോൾ വത്സനെയും ബകാസുരനെയും ഒക്കെ, വത്സാസുരനെയും ബകാസുരനെയൊക്കെ വധിക്കുന്നതാണ് 50ാമത്തെ ശ്ലോകത്തിൽ. നമുക്ക് നാളെ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ വൃന്ദാവന പ്രവേശം 2 ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ നാരായണ നാരായണ.